എങ്ങനെയുണ്ട്? ഒരാശ്വാസമൊക്കെ തോന്നുന്നില്ലേ? വേദനയൊക്കെ 1-2 ദിവസത്തേക്ക് ഉണ്ടാവോ? ഇവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്ന പേടിയൊക്കെ മാറിയോ? എന്നാ പിന്നെ എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം. ഒന്ന് കാണാനുള്ള അനുവാദം മാത്രമേ തന്നിട്ടുള്ളൂ. മോളെ, ഞങ്ങളെന്നാ പുറത്ത് നിൽക്കട്ടെ. എന്നാ ശരി, പുറത്തേക്ക് നിന്നാ. ശ്യാമേ, എടോ, താൻ ഓക്കെ അല്ലേ? പുറത്തേക്ക് നിന്നോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അമ്മേ, ആ മോളെ, ശ്യാമെ കണ്ടോ? വേദനയുണ്ട്, അതിന്റെ കരച്ചിലുമുണ്ട്. അത് പിന്നെ കാണുമല്ലോ, സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഒരല്പം മുമ്പ് വന്നിരുന്നെങ്കിൽ നിനക്കും കൂടെ കയറി കാണാമായിരുന്നല്ലോ. ശ്യാമയുടെ ആൾക്കാരാരാ? ആ, ഞങ്ങളാ. ഫാർമസി നീ മരുന്ന് വാങ്ങിക്കൊണ്ട് വരണം. ഞാനെന്നാ മെഡിസിൻ വാങ്ങി തരാം. ഞാൻ മേടിച്ചോണ്ടോ? വേണ്ട സിസ്റ്റർ, എന്റെ അനുജത്തി അകത്ത് കിടക്കുന്ന എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഒന്ന് കണ്ടാൽ മാത്രം മതി. മാഡം കയറിക്കോളൂ. അമ്മേ, പോട്ടോ. ശതമ, ഞാൻ സംസാരിച്ചിട്ട് വരാം. കുഞ്ഞേച്ചി, മോളെ, കുഞ്ഞേച്ചി, എന്തിനാ നീ കരയുന്നേ? വലിയൊരു ആപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലേ വന്നിരിക്കുന്നേ? അത് തന്നെ വലിയ ഭാഗ്യമാണെന്ന് കരുതി ആശ്വസിക്ക് കേട്ടോ. ആ കേസിന്റെ കാര്യമൊക്കെ എന്തായി? പ്രതിയെ പിടിച്ചില്ലേ? അയാളെ കിട്ടിയിട്ടില്ല, പക്ഷെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. അയാളെ പോലുള്ളവര് നമ്മുടെ നാടിന് തന്നെ ശാപമാ. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയാ. കുഞ്ഞേച്ചി,